എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രകാശ് പാലക്കാടാണ്. ഇത് പാലക്കാട് നഗരഹൃദയത്തിലുള്ള ടിപ്പു സുൽത്താൻ കോട്ടയുടെ പരിസരമാണ്. ഇത് മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്ത്രമെന്ന് പറയുന്നത് അവൻ്റെ ആത്മവിശ്വാസം ആണ് എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആരാ പറഞ്ഞതെന്നുള്ളത് ഞാൻ മറന്നുപോയി. പക്ഷെ അത് 100% സത്യമായിട്ടുള്ള കാര്യം. വേറെ നമ്മുടെ സാധാരണ നമ്മുടെ വസ്ത്രം, ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് എത്ര ഗംഭീരമാണെങ്കിലും അയാളുടെ ആത്മവിശ്വാസമില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും ശരി, എത്രമാത്രം സമ്പന്നൻ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ അയാൾ എത്രയ്ക്ക് ശാരീരിക സൗന്ദര്യമുണ്ടെങ്കിലും ശരി, ആരോഗ്യമുണ്ടെങ്കിലും ശരി, അതിനൊക്കെ ഒരർത്ഥം നൽകുന്നത്, അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് അയാളുടെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ പുറത്ത് ഷൈൻ ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം പ്രധാനം തന്നെയാണ് ആത്മവിശ്വാസം. ഇപ്പോൾ നമ്മുടെ ഈ സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ ഭയം, നമ്മുടെ ഉത്കണ്ഠ തുടങ്ങിയതൊക്കെ നമ്മുടെ ആത്മവിശ്വാസവുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ മുൻകാല നമ്മുടെ സംസാരത്തിലുള്ള നൂറുകണക്കിന്, ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നിരന്തരം ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്തകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമെന്ന് പറയുന്നത് ആത്മവിശ്വാസം മാത്രമാണ്. ബലമാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ സംസാര രോഗത്തിനുള്ള ഒരേ ഒരു മരുന്ന് എന്ന് പറയുന്നത് ബലം മാത്രമാണ്. ഹൃദയ ദൗർബല്യം മരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ നിരന്തരമെന്നോണം ഒരു പരിശീലനം പോലെ തുടർച്ചയായിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആത്മവിശ്വാസം പടിപ്പടിയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ ഞാനും നടത്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നിത്യേനയുള്ള ഈ സ്പീച്ച് തെറാപ്പി എന്നത്. കാരണം അത് വളരെ അല്പാൽപമായിട്ട് നമുക്കത് അതിൻ്റെ ഫലം നമ്മുടെ സംസാരത്തിലും നമ്മുടെ കോൺഫിഡൻസിലും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ നമുക്ക് പ്രത്യക്ഷത്തിൽ ആദ്യമൊന്നും കാണാൻ സാധിക്കില്ല. ഒരു നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ അതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആത്മവിശ്വാസത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടുകയും. ഇപ്പോൾ സ്പീച്ച് തെറാപ്പി മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിത്യേന എന്നോ ഒരു പരിശീലനം പോലെ നമ്മളെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ആ കാലം എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് മാത്രം പറയുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.